കണ്ണ അച്ഛനെങ്ങടെ വീണ് അമ്മക്ക് വെഡിങ് ആനിവേഴ്സറിയുടെ ഗിഫ്റ്റ് വാങ്ങിത്തരാ. കാണിച്ചു കൊടുക്കാം നമുക്ക്. ചേട്ടനപ്പേ ആ കടയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെ ടൗണിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വന്നതാ. അപ്പോൾ ഇവിടെ നല്ല ഭംഗിയുള്ള കുറച്ച് സാരികൾ കിടക്കണ്. അപ്പോൾ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു 10-ാം തീയതി. പക്ഷെ ഞങ്ങൾ രണ്ടാളും മറന്നുപോയി. മെയ് 10-നാണ് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. പക്ഷെ ഞങ്ങൾ രണ്ടാളും മറന്നുപോയി. അപ്പോൾ ഞാനാണ് എല്ലാ വർഷവും ഓർത്ത് ഒക്കെ പറയാറുള്ളത്. ഇപ്രാവശ്യം വീട് മാറുന്നതിൻ്റെ ആ ഒരു തിരക്കിൽ ഞാനത് മറന്നുപോയി. അപ്പോൾ അതിൻ്റെ പേരിൽ ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു ചേട്ടന്. അപ്പോൾ ഇതിൽ കൂടെ പോയപ്പോൾ സാരി നല്ല ഭംഗി കണ്ടപ്പോൾ അത് വാങ്ങാൻ ഇറങ്ങിയതാട്ടാ. കണ്ട അച്ഛൻ അതാണ് സെലക്ട് ചെയ്യണത്, ചോപ്പ. എനിക്ക് ഇതേ സെയിം പറഞ്ഞുണ്ട് കേട്ടാ. അതുള്ളതാ. കണ്ണന്റെ സാരി വാങ്ങണ്ട. അത് പള്ളിയില് ബാങ്ക് വിളിക്കുന്നത്. അയ്യോ കണ്ണന് ഇഷ്ടമായി. കണ്ണന് അങ്ങനെ അമ്പലത്തിൽ പാട്ട് വെക്കുന്നത്, പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നതൊക്കെ കണ്ട. മാമി തോന്നുന്നതാ അത്. അത് മാമി തോന്നുന്നതാ. അങ്ങനെ മാമി തോന്നും പള്ളിയിൽ. ഇവിടെ ഞങ്ങൾ ഡാണാവിൽ ഇരിഞ്ഞാലക്കൊണ്ട് ഡാണാവിലാണ് കേട്ടാ. ഇതിൽ കൂടെ കണ്ണന് കുളിക്കാനുള്ളേ പൂള് വാങ്ങാനായിട്ട് ഇവിടെ ഒരു ഫസ്റ്റ് ക്രൈ ഉണ്ട്. അങ്ങോട്ട് പോയത് പക്ഷെ സാധനം കിട്ടിയില്ല. ഇവിടെ തിരിച്ച് പോവാണ്. ഇനി വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോഴാണ് ഇവിടെ ഈ കടലാകെ ഒരു കുഞ്ഞൊരു കട കേട്ടാ. ഒരു 3-4 സാരിയുടെ ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ ബ്ലാക്ക് കളറിനോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടം. അപ്പൊ ഇങ്ങനെ കണ്ടപ്പോ നല്ല ഭംഗി തോന്നി. അപ്പൊ ഞാൻ ചേട്ടനോട് പറഞ്ഞു എല്ലാ കൊല്ലവും വെഡിങ് ആനിവേഴ്സറിക്ക് എന്തെങ്കിലുമൊക്കെ എടുത്ത് തരാറുണ്ട്. അപ്പൊ അതങ്ങനെ പറഞ്ഞപ്പോ അച്ഛൻ വാങ്ങാൻ കയറിയതാ. അല്ലേ അല്ലേ കണ്ണുകുട്ടിയെ? എന്തെങ്കിലും ഒന്ന് പറയടോ. കണ്ണനെ കൊണ്ട് വന്നു. ഞങ്ങൾക്ക് അക്ഷയയിലൊക്കെ പോണായിരുന്നു. ലോണിന്റെ കാര്യത്തിന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അക്ഷയയിലൊക്കെ പോണായിരുന്നു. അപ്പൊ കല്യാണിനെ വീട്ടിലാക്കിയിട്ട് പോന്നു. കണ്ണൻകുട്ടിനെ കൊണ്ടുവന്നു കേട്ടാ. അല്ലേ കണ്ണൻകുട്ടിനെ കൊണ്ടുവന്നു. കണ്ണൻകുട്ടി കുറെ നേരം എന്നെ കണ്ണൻകുട്ടിക്ക് 2 ദിവസമായിട്ട് വീട് ക്ലീനിങ്ങിനും അങ്ങനെയൊക്കെ ഞാൻ പഴയ വീട്ടിലേക്കൊക്കെ പോകുന്ന കാരണം എന്നെ കാണാണ്ട് കുറെ ഇരുന്നു. അപ്പൊ ഇനി ഞാൻ കൊണ്ടുപോകാണ്ട് പോയി കഴിഞ്ഞാൽ കണ്ണന് വിഷമം. അത് കേട്ടിട്ടാ ബാങ്ക് വിളിക്കുന്ന കേട്ടിട്ടാ. എന്തിട്ടാ അത്? മാമി തോന്നതാണ്. അച്ഛൻ കാര്യം എന്തിട്ട് ചെയ്യുന്നത്? വാങ്ങിയില്ലേ? പറ്റിച്ചല്ലേ സാരി വാങ്ങിയില്ലേ? അമ്മ നോക്കണ ഇവിടെ നിന്ന്. അവിടെ പള്ളിയുണ്ട്. സൗണ്ട് കേട്ടിട്ട് കാണിക്കുന്നേക്ക് നുണയിനാ. കണ്ണുകുട്ടിയെ എടുത്തില്ലേ? ചേട്ടനപ്പതേ വരുന്നുണ്ട് കേട്ടാ. കയ്യിലതാ സാരി കിട്ടി. എന്താ അതിന്റെ തന്നെ കളർ ചേഞ്ച് അല്ലേ? എനിക്ക് ഇതിന്റെ വേറെ കളർ ഇത് അവിടെ കിടക്കുന്ന കളർ ഉണ്ടല്ലോ, അതെന്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പൊ ചേട്ടൻ റെഡ് വാങ്ങി. ഭംഗിയുണ്ട്. ഇത് ഭയങ്കര സ്മൂത്ത് തുണിയാണ് കേട്ടോ, കോട്ടൻ്റെത്. അപ്പൊ പ്രതീക്ഷിച്ചിരിക്കാണ്ടാണ് കേട്ടോ ചേട്ടൻ എനിക്കൊരു സാരി വാങ്ങി തന്നത്. അപ്പോൾ പിന്നെ ചേട്ടന് ഒരു ഷർട്ടും വാങ്ങി കൊടുക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ എപ്പോഴും ഇരിക്കാലക്കൂടെ പോയി കഴിഞ്ഞാൽ അക്കരെ ടെക്സ്റ്റൈൽസിലാണ് കേട്ടോ കയറാറുള്ളത്. അപ്പോൾ അവിടുത്തെ ഷർട്ടുകളൊക്കെ ആൾക്ക് കൈക്കൊക്കെ വണ്ണുള്ളത് കാരണേ ചില ബ്രാൻഡുകൾ മാത്രമേ ആൾക്ക് പറ്റുള്ളൂ. അപ്പം ഞങ്ങളങ്ങനെ ചേട്ടനും ഡ്രസ്സ് എടുക്കാനായിട്ട് കയറി. അപ്പോൾ അവിടുത്തെ ചേച്ചിമാരൊക്കെ ആണെങ്കിൽ സ്ഥിരമാണ് ഞങ്ങൾ അവിടേക്ക് ഡ്രസ്സ് എടുക്കാനൊക്കെ പോകാറില്ല. അല്ലെങ്കിൽ പിന്നെ കൊടകരയിൽ പന്തലുകാരൻ്റെ അവിടേക്ക്. അപ്പോൾ അവിടുത്തെ ചേച്ചിമാർക്കൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം. ഞാൻ കണ്ണനെ കൊണ്ടുപോകാണ്ട് പോയി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ചോദിക്കും കേട്ടോ കണ്ണൻ എവിടെയെന്ന്. അപ്പോൾ ആളും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ കണ്ണൻകുട്ടി.